വെൽക്കം ബാക്ക് ടു റിഷൂസിറ്റോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് പതിവിലും കുറച്ച് വ്യത്യസ്തമാണ്. ഇന്നത്തെ വ്ളോഗ് നാട്ടിൽ നിന്നുള്ളൊരു ഈവനിങ് ഇൻ മൈ ലൈഫാണ്. നാട്ടിൽ പോകുന്നതിന് മുമ്പേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, റെസിപ്പി വീഡിയോസ് കാര്യങ്ങളൊക്കെ. പക്ഷേ നാട്ടിലെത്തിയ ശേഷം അതൊന്നും അല്ലായിരുന്നു സിറ്റുവേഷൻ. ടൈം എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബെഡൊന്ന് റെഡിയാക്കുന്ന കേട്ടോ. അത് ഈ ഒരു ദിവസം മോർണിംഗ് തന്നെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ചെത്താൻ വേണ്ടി ഈവനിങ് ആയി. അതിപ്പം സിസ്റ്ററോട് പറഞ്ഞ വാ ഇപ്പം തന്നെ വീഡിയോ എടുക്കാമല്ല. അങ്ങനെ എൻ്റെ സിസ്റ്ററാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. നാട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മോശം. കാരണം എനിക്ക് യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം യൂട്യൂബിൽ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സ് യൂട്യൂബിലൂടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോസ് ഇടാനൊക്കെ. കുറച്ചധികം ഗ്യാപ്പ് എടുത്താൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്നൊക്കെ. അങ്ങനെ പക്ഷേ നമ്മൾ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് എടുക്കുമ്പം അത് യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോഴൊക്കെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും കേട്ടോ. വീഡിയോസ് ഇടാൻ ഗ്യാപ്പ് വരാമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് എഫക്റ്റ് ആവും കേട്ടോ, റീച്ച് കാര്യങ്ങളിലൊക്കെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം ഡിസൈൻ ചെയ്തിട്ട് റൂം ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷമാവാനായിട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റൂമിൽ കാണുന്ന ഓരോ ഐറ്റംസും 6 വർഷം മുമ്പേ ഉള്ള ഐറ്റംസാണ്. മീൻസ് 6 വർഷം മുമ്പേ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പം സ്പെസിഫിക് ആയിട്ടുള്ള ട്രെൻഡോ കാര്യങ്ങളോ ഫോളോ ചെയ്തിട്ടല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈം ഇഷ്ടപ്പെട്ടൊരു രീതിയിൽ എൻ്റെ ഒരു കാര്യമായിട്ടുണ്ടായൊരു കൺസേൺ എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റണം. അതായത് ഒരു പാറ്റേണിൽ നമുക്ക് ഫോർ എവർ സ്റ്റെക്കാൻ പറ്റില്ല. ഡിസൈനിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബോറടി വരുമല്ലോ. അപ്പോൾ അതിൽ ആ ഒരു ടൈം നമുക്ക് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരു മെയിൻ കൺസേൺ എനിക്ക് ബെഡ് കർട്ടൻസ് വേണമെന്നായിരുന്നു. അപ്പം ഫാമിലിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു അത് വെച്ച് കഴിഞ്ഞാൽ റൂമൊക്കെ ചെറുതായിട്ട് കാണും, റൂമിൽ അത്രയും സ്പേസ് പോകും കേട്ടോ ബെഡ് കർട്ടൻസ് വെക്കുമ്പം. പക്ഷേ അതായിരുന്നു മെയിനായിട്ട് എനിക്ക് ബെഡ്റൂമിൽ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തു. അപ്പോൾ അത് വേണ്ടെങ്കിൽ അത് അയച്ച് മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതുവരെ അത് ബോറടിച്ചിട്ടില്ല. ഇപ്പോൾ 6 വർഷമായിട്ടും എനിക്കതൊരു ബോറടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ വേണമെങ്കിൽ റൂം മൊത്തമായിട്ടൊന്ന് ചേഞ്ചസ് വരുത്താം കേട്ടോ. പുതിയൊരു വേറൊരു സ്റ്റൈലിലേക്ക് റൂം ചേഞ്ചസ് വരുത്താനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പിന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസും ഒരു മിനിമാലിറ്റിയും ഒക്കെ ഞാനിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ അഡീഷൻസോ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിട്ടും ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂം ചെയ്യുമ്പം. പിന്നെ ഇതുവരെ എനിക്കത് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു കേട്ടോ. ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന ടൈം നമ്മളത് ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കലായിരിക്കും ബെറ്റർ. നമുക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കാരണം നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും ബോറടിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. എനിക്ക് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്പേസ് അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് തിങ്ക് ചെയ്തിട്ട് അവിടെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ നമുക്കെല്ലാം കണക്കിലെടുത്ത് അതിലേതായിരിക്കും കുറച്ചുകൂടെ ടൈംലെസ് ആയിട്ടുള്ള ഒരു സ്പേസ്. അത് ടൈംലെസ് ആവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യണം. അതായത് നമുക്ക് വേറെ ആളെ ഒപ്പീനിയനോ കാര്യങ്ങളോ അല്ലല്ലോ വേണ്ട, നമുക്ക് നമ്മുടെ ഒരു തൃപ്തിയാണ് വേണ്ട. നമ്മൾ എപ്പോഴും ഒരു സ്പേസ് അത് ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുക. എത്ര വലിയ ഡിസൈനറെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ബോറടിക്കില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഡിസൈനിൽ തന്നെ സ്റ്റക്കാവാതെ ക്വാളിറ്റി കൂടി നോക്കാം കേട്ടോ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബേസാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അത്രയും ക്വാളിറ്റിയിൽ തന്നെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. ഡെക്കേഴ്സിനേക്കാളും അതിൻ്റെ ബേസിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഡെക്കേഴ്സ് നമുക്ക് പിന്നെയും ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ബേസ്
അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്യാൻഡിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പർച്ചേസ് ആട്ടോ. അതായത് 6 വർഷമായി ഞാൻ ഈ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഹോം സെൻറ്ററിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തത്. പിന്നെ എൻ്റെ റൂമിലെ എല്ലാ ഡെക്കോ പീസ് കാര്യങ്ങളൊക്കെ എല്ലാ ഡെക്കറേഷൻസൊക്കെ നമ്മൾ കുവൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ മെൻഷൻ ആക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നു സെറ്റിൽഡ് ആയിട്ടുണ്ടായിട്ടോ. എൻ്റെ ലൈഫിലെ വലിയൊരു ഭാഗം ഞാൻ സ്പെൻഡ് ചെയ്തത് കുവൈറ്റിലാണ്. എൻ്റെ പഠനം, ജോബ് അതൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ UAE വരുന്നത് കേട്ടോ. എൻ്റെ ഒരു കല്യാണം കോവിഡ് ടൈമായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. കോവിഡിൻ്റെ ഒക്കെ ഒരു അവസാനമായിട്ടുള്ളൊരു ടൈം. ഫാമിലിയൊക്കെ മാത്രമായിട്ടുള്ളൊരു കല്യാണമായിരുന്നു. ആ ഒരു ടൈം നമ്മൾ നാട്ടിലേക്ക് വരുമ്പം എല്ലാ ഡെക്കർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ പോയി കഴിഞ്ഞാൽ റൂമിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ എന്തായാലും കാര്യമായിട്ട് നല്ല ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിന് ആ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ കണ്ണൂരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ആയിരിക്കും. അതായത് ലേഡീസൊക്കെ കല്യാണം കഴിഞ്ഞാലും ഉപ്പാടെ ഉമ്മാടെ വീട്ടിലായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വീടെടുത്ത് പോകും, അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നോട് എൻ്റെ പല ഫ്രണ്ട്സ് പറയാറുണ്ട് നിങ്ങൾ ഭയങ്കര ലക്കിയാന്നുള്ള ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ പറ്റാൻ. അപ്പം ജസ്റ്റ് ഇങ്ങനെ മലയാളികൾ മാത്രമല്ല കേട്ടോ, പല നാഷണാലിറ്റിയിൽ നിന്നുള്ള ഫ്രണ്ട്സ് നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് അറിയുമ്പം അവർ പറയാറുണ്ട് കേട്ടോ. അവർ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്നൊരു കാര്യം ഇതായിരിക്കും, ഓ യു ഗൈസ് ആർ സോ ലക്കി എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നല്ലൊരു ചായ കുടിക്കേണ്ട ടൈമായിട്ടുണ്ട്. എല്ലാവരും കൂടി ചായ കുടിക്കാനിരുന്നതാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ചായ കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പുറത്തിരുന്നിട്ട് അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കുമ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. ചില ആൾക്കാരിങ്ങനെ പറയാറുണ്ട്, അതായത് മഴയുള്ള ടൈം നാട്ടിൽ പോവാനേ വെറുപ്പാന്നൊക്കെ പറയലുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അവരോട് യോജിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം പണ്ടേ ഞാൻ മഴയുള്ള ടൈമാണ് നാട്ടിലേക്ക് പോകുക കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ജൂൺ ജൂലൈ ഒക്കെ നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഏത് ടൈമാണ് മഴ പെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ UAE അത്യാവശ്യം മഴ കിട്ടാറുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ അത് എൻജോയ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അത് എൻജോയ് ചെയ്ത് ചെയ്യുക കേട്ടോ. കാരണം നമ്മളെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്താം കേട്ടോ. വേറെ ഒരാൾക്കും നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയില്ല. എത്ര പറഞ്ഞാലും ആ ഒരു ഹാപ്പിനെസ് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ തന്നെ നമ്മളെ ഹാപ്പി ആകാൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ പിന്നെ ലൈഫ് ഈസി ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് കിച്ചണാട്ടോ. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് കിച്ചണിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ യൂഷ്വലി ഇങ്ങനെ ചാറ്റിൽ കോൺവെർസേഷനിൽ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിച്ചണ് 2017 18 ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷമായി കേട്ടോ. ഈ ഒരു ക്രോക്കറി ഷെൽഫാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പേ ഓൾറെഡി ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന ടൈം എനിക്ക് ആ ഒരു IKEA സ്റ്റൈൽ ഗ്ലാസ് ഡോറായിരുന്നു എനിക്ക് കംപ്ലീറ്റ്ലി ചെയ്യാൻ ഇഷ്ടമുണ്ടായത്. പക്ഷേ ആ മിഡിലിൽ വരുന്ന ഡിസൈൻസ് കാര്യങ്ങളും പിന്നെ 2 ഫ്രെയിംലെസ് ഡോർസ് ഉമ്മാക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടമുണ്ടായത്. അതുകൊണ്ട് IKEAൻ്റെ ഗ്രിൽ സ്റ്റൈൽ ഗ്ലാസ് ഡോറും പിന്നെ നോർമൽ ഗ്ലാസ് ഡോറും അങ്ങനെ ഒരു ഫ്യൂഷനായിട്ടാട്ടോ ചെയ്തത്. പിന്നെ കിച്ചണ് കംപ്ലീറ്റ്ലി മോഡുലർ അല്ല, കൗണ്ടർ ടോപ്സൊക്കെ കോൺക്രീറ്റ് ചെയ്തത് കേട്ടോ. നമ്മൾ വീടെടുക്കുന്നത് 2009 ആ ഒരു ടൈമാണ്. അപ്പം ആ ഒരു ടൈമൊക്കെ കോൺക്രീറ്റ് ചെയ്ത കൗണ്ടർ ടോപ്സ് അല്ലേ, അതാണ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ നമുക്ക് കയറി ഇരിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ല, അത് തന്നെ കീപ്പ് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിലധികവും ഞാൻ ഗ്ലാസ് കട്ടിംഗ് ബോർഡ് കാണിക്കാറുണ്ട്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ബ്രാൻഡ് ലുക്കില്ലേ. പിന്നെ ആ ഒരു നൈഫിൻ്റെ മാഗ്നറ്റൊക്കെ ഇതൊക്കെ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിൽ കാണുന്ന ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മൾ കുറേ ഇയേഴ്സ് മുമ്പ് പർച്ചേസ് ചെയ്തതാണ്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് നമ്മൾ ഹൗസ് വാമിങ് ടൈം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കുവൈറ്റിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് ട്രെൻഡോൾ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇനി ഈ ക്രോക്കറി ഐറ്റംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അത് ലൈഫ് ലോങ് അത് ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് കാണിക്കുന്ന പാർല ഹോമിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. കുറേ നാളായിട്ട് കുറേ പേര് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് എന്നൊക്കെ. എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു പ്രഷർ കുക്കറാണിത്.
കുറേ പ്രഷർ കുക്കർ ഇപ്പം ലോ പ്രഷർ കുക്കർ ഞാൻ പാർല ഹോമിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർല ഹോമിൻ്റെ ഹൈ പ്രഷർ കുക്കർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂ കുറേ നാളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ കിച്ചണിൻ്റെ കളർ തീമിന് നല്ല രീതിയിൽ സൂട്ടാകുന്നതുകൊണ്ട് പിന്നെ ഇതന്നെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ക്യൂട്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്വാളിറ്റിയിൽ എനിക്ക് ടെൻഷനേ ഉണ്ടായിട്ടില്ല പാർല ഹോമിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി ഹൈ പ്രഷർ കുക്കർ നമുക്ക് വാങ്ങിക്കാനുള്ള. അതായത് വാവ്ഗേറ്റ് ബ്രാൻഡ്, ഷെഫെയർ, കറാച്ച, കുറേ ടർക്കിഷ് ബ്രാൻഡിൻ്റെ ഹൈ പ്രഷർ കുക്കർ അവൈലബിൾ ആണ്. പക്ഷേ പ്രോഡക്റ്റ്സ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അധികവും ട്രെൻഡിയോൾ ലിസ്റ്റ് ആവല്. ഇന്നൊരു പ്രൈസ് ആണെങ്കിൽ നാളെ അതിലും ഡബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിലും എത്രയോ കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അൺപ്രഡിക്റ്റബിൾ ആണ് ടോട്ടലി. പക്ഷേ പാർല ഹോമിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ട്രെൻഡിയോളിൽ ഒരു പ്രഡിക്റ്റബിൾ റേഞ്ചിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 5 ലിറ്ററിൻ്റെതാണ്. പക്ഷേ ഇത് ചെറുതുപോലെ ഉണ്ടെങ്കിലും 5 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. 5 ലിറ്റർ ഉണ്ട്, 6 ലിറ്ററിൻ്റെ ഉണ്ട്, 7 ഉണ്ട്, 8 ലിറ്റർ ഉണ്ട്. ഇപ്പോൾ 4 സൈസിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ സേഫായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിഡ് നല്ല ഹെവിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫറാണ്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനത്തെ ഒന്നും ഇഷ്യൂസ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ക്വാളിറ്റിയും ഒട്ടും ടെൻഷൻ അടിക്കാനില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ വർക്ക് എത്രയോ മച്ച് ഈസിയർ ആക്കി തരുന്നുണ്ട് ഈ ഒരു പ്രഷർ കുക്കർ കേട്ടോ. പിന്നെ നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് വീട്ടിലേക്ക് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കില്ല നല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ കാര്യം വെരി അൺപ്രഡിക്റ്റബിൾ ആണ്. മേ ബി ഇന്ന് കണ്ട് നാളെ സ്റ്റോക്കിൽ കാണാറില്ല. അപ്പം എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു വെക്കലാണ് നല്ലത്. ആ ക്വാളിറ്റിയിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല കുക്ക്വെയർ ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുപോലെ ടൈം കേട്ടോ. നമുക്ക് നല്ല പോട്ട്സ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കുക്കിങ്ങിൽ അത്രയും എൻജോയബിൾ ആക്കണം മാത്രമല്ല നമ്മൾ അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. നല്ല ഹൈ പ്രഷർ കുക്കറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ട്രെൻഡിയോളിൽ ഒരുപാട് നല്ല ഓഫേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് സെയിലുള്ള ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ കയറിക്കോട്ടോ. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഓഫേഴ്സ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുമ്പം അതിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് കയറിക്കോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ട്രെൻഡിയോൾ ആപ്പിൽ റെഡ് ടാഗ് പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല ഓഫേഴ്സിലാണ് ട്രെൻഡിയോൾ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രെൻഡിയോളിലൂടെ ഒന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇപ്പം റെഡ് ടാഗ് ലൈഫ് സ്റ്റൈലിൻ്റെ ആപ്പ് ഒന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നതിന് പകരം ആദ്യം ഒന്ന് ട്രെൻഡിയോൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കട്ടോ. ഇപ്പം കറൻ്റ്ലി ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നല്ല ഓഫേഴ്സിലുള്ള അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് UAE എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.